നോക്കത്ത ദൂരത്ത് കണ്ണു നട്ടെന്ന് പറഞ്ഞ സിനിമ താങ്കളല്ലേ? ആ സിനിമയിൽ കളേഴ്സ് ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതൊന്ന് ഓർക്കാമോ? ഉദയ സ്റ്റുഡിയോയിലാണ് ഇതിൻ്റെ സെറ്റ് ഇട്ടതും. പിന്നെ അതിൻ്റെ ക്ലൈമാക്റ്റിക് ആ സീനുണ്ട്, പപ്പി ചേച്ചിയും നാദിയുമായിട്ടുള്ള ഒരു. അപ്പോൾ ആ സീന് പുള്ളി സ്റ്റോറി സ്ക്രീൻ പ്ലേ എല്ലാം എഴുതി തീർന്ന സമയം തന്നെ പുള്ളിക്ക് അപ്പം തന്നെ പുള്ളി വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു. ഒരു സ്റ്റെയർ കേസ് മാതിരി ഒരു ഗോണിപ്പടി വെച്ചിട്ട് അത് വെച്ചിട്ട് വേണം ഞാൻ പിക്ചർ ചെയ്യുമെന്നുള്ളൊരു ഇതുണ്ട് പുള്ളി. അപ്പോൾ ഞാൻ അപ്പം തൊട്ട് ഈ സ്റ്റെയർ കേസിന് ഇത് ചെയ്യുന്നു. അപ്പോൾ സ്റ്റെയർ കേസ് നമ്മൾ സെറ്റിട്ട് കഴിഞ്ഞാൽ അതിനൊരു എന്തിരുന്നാലും അതിൻ്റെ കൈവേരിയൊന്നും ഒരിക്കലും നമുക്ക് ശരി വരത്തില്ല. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ആലപ്പുഴ ടൗണിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇത് 84 ഡിസംബറിലായിരുന്നു. അപ്പം ആലപ്പുഴ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഒരുപാട് ഓൾഡ് ബിൽഡിങ്സ് എല്ലാം ഇങ്ങനെ ഇത് ഡിമോളിഷ് ചെയ്യുന്നതൊക്കെ കണ്ട്. അപ്പോൾ അതിലൊരു വീട്ടിനകത്ത് ഇവർ ഡിമോളിഷ് ചെയ്തതിന് ഭിത്തിക്കകത്ത് ഒരു പക്ക സ്റ്റെയർ കേസ് ഇരിക്കുന്നു. അപ്പോൾ തന്നെ അത് വാങ്ങുകയും ചെയ്തു. അതുകൊണ്ട് ഈ സെറ്റിനകത്ത് വെച്ചിട്ട് ഇൻഫാക്ട് അത് വെച്ചിട്ടാണ് ആ റൂം ഈ സ്റ്റെയർ കേസിനെ ചുറ്റിയാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തത്. ഫാസിലിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഇതെന്താണെന്ന് വെച്ചാൽ ഇനി തൊട്ടങ്ങോട്ട് ഇവർ തമ്മിൽ ചേർന്ന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലവറിങ് ഉണ്ടാകുന്നത് സെറ്റിലും റിഫ്ലക്റ്റ് ചെയ്യണം. എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണം എന്നുള്ളത് ഈ ലെഫ്റ്റ് ഇറ്റ് ടു മീ. അപ്പം ഞാനത് നോക്കിയപ്പോൾ ചെയ്യാത്തത് ഇതിനെ മൊത്തം ഒരു വളരെ കളർഫുള്ളും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാക്കി മാറ്റുക. ആർട്ട് ഡയറക്ഷനിൽ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സിനിമകളുണ്ടോ? ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിൽ തന്നെയോ? ഡോക്ടർ ഷിവാഗോ മാതിരിയുള്ള പീരിയഡ് സിനിമയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷിവാഗോയിൽ ഞാൻ പിന്നെ വായിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലായത്. റഷ്യൻ വിൻ്ററിൽ സ്നോ മൂടി ഇത് ചെയ്ത് കിടക്കുന്ന ഒരു വിജനമായ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഫാം ഹൗസ് ഉണ്ട്. അതിനകത്ത് ഇവരൊന്ന് പെടുകയാണ്. അതിലൊരു ഫേമസ് സീനുണ്ട്, എല്ലാവരും എടുത്ത് പറയുന്ന ഒരു സീനാണ്. ഇവർ ജനാലയുടെ ഗ്ലാസ്സിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവരതിൻ്റെ അടുത്തൊരു മെഴുതിരി കത്തിച്ച് കൊണ്ട് വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പം അതിൽ ഇതിന് തണുപ്പ് കാരണം ഉണ്ടാകുന്ന ഈ സ്നോ കൊണ്ട് ആ മോയ്സ്ചറിൻ്റെയും അതിൻ്റെ ഒരു വല്ലാത്തൊരു സംഭവമുണ്ട്. ഇത് ഈ ക്യാൻറ്റീനിലെ ഫ്ലെയിം കൊണ്ട് ആ സീനിൻ്റെ ആ പോക്കനുസരിച്ച് ഇങ്ങനെ ഇതാകുമ്പോൾ ആ സമയം കൊണ്ട് ഇതങ്ങ് ക്ലിയറായി ആ ഗ്ലാസ് അങ്ങ് ഇതാകുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ വായിച്ചത് ഇത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് വരുന്ന സ്പെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് സ്നോ പോയിട്ട് ഒരു ഒട്ടും കോൾഡ് അല്ലാത്ത ഒരു രാജ്യമാണല്ലോ. ഈ സ്നോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഉപ്പാണ്. അപ്പോൾ ഉപ്പിങ്ങനെ ലോറിക്കണക്കിന് ഉപ്പ് കൊണ്ട് കംപ്ലീറ്റ് കവർ ചെയ്താലേ അത് കിട്ടുകയുള്ളൂ. അന്നും പിന്നെ കമ്പ്യൂട്ടർ ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം ഓൺ ക്യാമറ ചെയ്യണം. അപ്പോൾ സിനിമയുടെ ഒരു മാജിക് എനിക്ക് അന്ന് ഇങ്ങനെയൊക്കെയാണ് വിഷ്വൽ കൊണ്ടുണ്ടാക്കാവുന്ന ഭയങ്കര ചില സംഭവങ്ങളുള്ള മനസ്സിലാക്കിയ ഒന്ന് ഈ ഡോക്ടർ ഷിവാഗോയാണ്. അങ്ങനെ ശേഖറിനെ മലയാള സിനിമയ്ക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതിന് ശേഖർ ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്ന് സിനിമാക്കാർ പറയുമായിരിക്കും. പക്ഷേ മറിച്ചാണല്ലോ സംഭവിക്കേണ്ടത്. കാര്യം കഴിവുള്ളവരെ തേടിപ്പിടിക്കുകയാണ് മലയാള സിനിമ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിൽ എപ്പോഴും ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ക്വാളിറ്റി നന്നാവില്ലെന്നില്ല എന്ന് എല്ലാ ചർച്ചകളിലും എല്ലാവരും പറയുന്നതിൻ്റെ പിന്നിൽ ഇത്തരം ടാലൻറ്റുകളെ, കഴിവുള്ള കലാകാരന്മാരെ തേടിയെടുക്കുവാൻ അല്ലെങ്കിൽ കണ്ടെത്തുവാൻ നവോദയ പോലെ ഉള്ള പ്രൊഡക്ഷൻ ഹൗസസ് നടത്തിയ ഒരു ഇനിഷ്യേറ്റീവോ സാമർഥ്യമോ കാണിക്കാത്തതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാരിൽ കടന്നു വരുന്നില്ല എന്ന് പറയുമ്പോഴും ടെക്നീഷ്യൻസ് കടന്നു വരുന്നില്ല എന്ന് പറയുമ്പോഴും മലയാള സിനിമയിൽ അത് സംഭവിക്കാത്തതിൻ്റെ കാരണം ഇങ്ങനെയുള്ള കഴിവുള്ളവരെ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. ശേഖരനെ പോലൊരാളെ നമ്മൾ മലയാളം സിനിമ ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും മലയാള സിനിമയിലേക്ക് താങ്കളുടെ സജീവ സാന്നിധ്യം വീണ്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അത്ഭുതങ്ങൾ കാണിക്കുന്ന, മാജിക്കുകൾ കാണിക്കുന്ന സിനിമകളുമായിട്ട് കലാ സംവിധായകനായിട്ടുമൊക്കെ താങ്കളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തിരിച്ച് മലയാള സിനിമയിലേക്ക് വരണം. തൻ്റെ അഭ്യാസ കളരിയായ നവോദയയുടെ ഏറ്റവും പുതിയ ചിത്രം നിർമ്മാണത്തിലിരിക്കുന്ന 3D ചിത്രത്തിൻ്റെ പണിപ്പുരയിലാണ് ശേഖർ ഇപ്പോൾ. കാലത്തിൻ്റെ ഏതെങ്കിലും വഴിത്തിരവിൽ വെച്ച് അർഹമായ ഒരു പാരിതോഷികം വിധി ഈ കലാകാരന് സമ്മാനിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.